ഹലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ പണികൾ കണ്ടാലോ. അപ്പോൾ അതാ ഞാൻ രാത്രിക്കുള്ള ചോറിൻ്റെ പരിപാടിയിലാണ്. അപ്പോൾ ചില ദിവസം അരി ഇടേണ്ടി വരും, ചില ദിവസം നമ്മൾ രാവിലത്തെ ചോറ് തിളപ്പിച്ചുറ്റേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അരി ഇട്ടിട്ടുണ്ട്, കാരണം നമ്മളെ വിനിതിയും പിള്ളേരൊക്കെ ഒന്ന് വരുമെന്ന് പറഞ്ഞു. നാളെ നമ്മളടുത്തുള്ള പള്ളിയിലത്തെ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ അവരിന്ന് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അരിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതാ അടിക്കൽ തുടക്കൽ ആ പരിപാടിയിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനായിട്ടും കൂടെ. അപ്പോൾ ചക്ക കുറച്ച് വറുത്ത് നോക്കാം, എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ വെച്ചിട്ട് ഞങ്ങളുടെ വറുക്കാനുള്ള സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എണീറ്റിൻ്റെ പരിപാടികൾ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല വെള്ളം കൊണ്ടുവരാണ്ടായിരുന്നു. കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമ്മൾ മുറ്റത്ത് തന്നെയാണ് കേട്ടോ പഞ്ചായത്ത് കിണറ്. അതുകൊണ്ട് നമുക്ക് പേടിയില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കൊണ്ടുവരാം. പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ ഏട്ടനും സുഖമൊക്കെ ചെറിയ കുട്ടിയാണ സമയത്തൊക്കെ കുറേ ദൂരത്തു നിന്നാണ് ഇവർ നല്ല വെള്ളവും നമ്മൾ ഉപയോഗത്തിനുള്ള വെള്ളവും ഒക്കെ കെട്ടിക്കൊണ്ടുവന്നിരുന്നു. ഇപ്പൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് സുഖമാണ് പറയാൻ കേട്ടോ. ഭാഗ്യത്തിൽ നമുക്ക് മുറ്റത്ത് തന്നെ പഞ്ചായത്ത് കിണറുണ്ട്, അത് കാരണം നല്ല വെള്ളം കേട്ടോ. അപ്പോൾ ഞാനൊരു കുപ്പി ഇതുപോലെ നമ്മളെ മീഷോ ബോട്ടിലില്ലേ, അതിലും ഞാൻ നിറച്ച് വെക്കും, എന്നിട്ട് രാത്രി നമുക്ക് കുടിക്കാൻ എടുക്കും. പിന്നെ ഞാൻ എന്താ കുറച്ച് ചക്ക എടുത്തിട്ട് വറുത്ത് നോക്കിട്ടോ. അപ്പോൾ വറുത്ത പാട് കഴിക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തണുക്കുണ്ട്. അത് വെള്ളം കയറിയ കാരണമാണോ ഇനി മൂപ്പ് കൂടി ചക്കയ കാരണമാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ കുറേ എല്ലാവരും കൂടി വറുത്ത് കഴിച്ചു. ബാക്കി ഒരു ലേശം ഉണ്ടായിരുന്നു കുപ്പിലിട്ട് വെച്ച് പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് തണുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പുഴുങ്ങി ഉണക്കി എടുത്ത് വെക്കില്ലേ നമുക്ക്, കുറേ കഴിഞ്ഞാലും വറുത്ത് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുഴുങ്ങിയിട്ട് ഞാൻ ഹാളിലൊരു വെള്ളത്തുണി വിരിച്ചിട്ട് ഇങ്ങനെ അതിൽ പരത്തിയതാണ് കേട്ടോ. ഇനി നാളെ നമ്മൾ വെയിൽ കൊള്ളിച്ച് ഉണക്കം കിട്ടണ വരെ നാളെ മുതൽ വെയിൽ കൊള്ളിക്കണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.